അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി കർത്തൃ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തുകൊണ്ട് സകല മാനവും മഹത്വവും പുകഴ്ചയും സ്വീകരിപ്പാൻ യോഗ്യനായ മഹാദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പരമ്പരയുടെ 9ാമത്തെ രാത്രി നമുക്ക് ഇത്രയും പേർക്ക് വളരെ സന്തോഷത്തോടുകൂടെ ഈ ഹാളിൽ കൂടുവാൻ ദൈവം ഒരുക്കിയ അവസരം ഒരു വിലപ്പെട്ട പദവിയായി കരുതിക്കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ദീർഘദിവസങ്ങളായി ആരംഭിക്കപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉപവാസ പരമ്പരയിൽ എനിക്കും കുടുംബത്തിനും ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലയേറിയ അഭിഷിക്തൻ, ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും വളരെ ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനായ അഭിഷിക്തൻ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ അവറുകൾ, വിശേഷാൽ തൻ്റെ കുടുംബം, ഇവിടുത്തെ ദൈവസഭയെ ഇന്നാണ് വന്ന് കാണുവാൻ കഴിഞ്ഞതെങ്കിലും വർഷങ്ങളായി ഓർക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ടും അതിലുപരി ഉപദേശത്തിൽ നിലകൊള്ളുന്ന ദൈവദാസന്മാരെ എനിക്ക് ഏറെ ഇഷ്ടം. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇന്ന് കർത്തൃദാസന്മാർക്ക് ക്ഷാമമില്ല, പക്ഷെ ഉപദേശത്തിനും സത്യത്തിനും നിലകൊള്ളുന്ന അഭിഷിക്തന്മാർ വളരെ ചുരുക്കം. ഇവിടെ കർത്തൃദാസൻ തൻ്റെ നല്ല ചെറുപ്പകാലത്ത് ആരംഭിക്കപ്പെട്ട ഈ വേലയെ വചനാടിസ്ഥാനത്തിൽ ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ ആധികാരികമായി പരിപാലിക്കുകയും പഠിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്നതിൽ എന്തെന്നില്ലാത്ത സന്തോഷം ദൈവം അന്ത്യം വരെയും അതിനാവശ്യമുള്ള കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കമ്പനിമുക്ക് എന്ന ഈ പട്ടണത്തിൻ്റെ അഭിമാനകരമായി തീർന്നിരിക്കുന്ന ഈ വേല ഇനിയും പൂർവാധിക ശക്തിയോടെ വളരുവാനും എണ്ണമറ്റ ആത്മാക്കൾ വന്ന ആത്മരക്ഷ നേടി നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ നൽകേണ്ടതിന് ഈ ഉപവാസ പരമ്പരകൾ അതിൻ്റെ ഒരു പ്രധാന കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യും. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ രാവിലെ തൊട്ടുവിട്ടു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ സഭ ദൈവത്തിൻ്റെത്. സഭയെ പണിയുന്നത് നാഥനാണ്. അതിനെതിരായിട്ട് ഏത് പാതാള ഗോപുരങ്ങൾ തല ഉയർത്തിയാലും ജയിക്കത്തില്ല. പണി ആരംഭിക്കുന്നതിന് മുമ്പ് വിജയം കൽപ്പിച്ച ഒരു സംരംഭമുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. സഭ ഭൂമിയിൽ പ്രത്യക്ഷമായി ഉടലെടുക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം നമ്മുടെ മുൻപിൽ പരിമിതം. കർത്തൃദാസൻ പറഞ്ഞതുപോലെ തനിക്കും യോഹാനന്തരം ബന്ധപ്പെട്ട് പോകേണ്ട സ്ഥലങ്ങൾ ഞങ്ങൾക്കും 30 കിലോമീറ്റർ സഞ്ചരിച്ച് ചെന്നിട്ട് വേണം. എൻ്റെ സഭയിലെ ഒരു വിശ്വാസിയുടെ മകൾ രക്ഷിക്കപ്പെട്ടവളല്ല എങ്കിലും അവളുടെ വിവാഹം ഇന്ന് നാളെയുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഫംഗ്ഷനാണ്. ഞങ്ങൾ പറഞ്ഞു വന്നെത്തി, എത്ര സമയമായാലും വീട്ടിൽ വന്ന് നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും അതിവേഗം ഞങ്ങളുടെ സ്ഥലത്തേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുമ്പോൾ എന്നെയും കുടുംബത്തെയും ദാനമായി കർത്താവ് ഞങ്ങൾക്ക് 2 മക്കളെയും ഒരു മരുമകനെയും അങ്ങനെ 3 കുഞ്ഞുങ്ങളെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്തൃദാസൻ പല പ്രാവശ്യം കൂടാരത്തിൽ വരികയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ച് ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചത് ഇന്നയോളം ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്തൃദാസനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം. ഇത്രയും പേര് വന്നെത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷം. നമ്മൾ ശാന്തമായി ഇനി ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ വചനമെന്ന് പറയുന്നത് നമുക്കിഷ്ടമാണ് അല്ലേ? കർത്താവിന് അതിനേക്കാൾ അപ്പുറം ഇഷ്ടം. വചനം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ചങ്ങാതിയുണ്ട്. അവൻ്റെ പേരറിയാമോ? അതാ ദുഷ്ട പിശാച്. അവന് വചനം ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് അവൻ വേറെ ഒന്നും ചെയ്യത്തില്ല. വചനം കേട്ട് ഏതെങ്കിലും വിധത്തിൽ ഒന്ന് അനുഗ്രഹിക്കപ്പെടേണ്ട വ്യക്തികളെ പെതിയെ ഉറക്ക ഞരമ്പിലിട്ടൊരു തട്ട് കൊടുക്കും. അപ്പോൾ അവൻ തലകുത്തൻ ഇങ്ങനെ കോഴിയുടെ കഴുത്ത് വെട്ടിയതുപോലെ തൂക്കി അടിച്ചുകൊണ്ടിരിക്കും. അത് ആ വ്യക്തിയുടെ കുഴപ്പമല്ല, ഈ കുഞ്ഞപ്പൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ദൈവമക്കൾ അതിനിടം കൊടുക്കരുത്. കേൾക്കുന്ന വചനമാണ് പരിവർത്തനം ചെയ്യേണ്ടത്.
വചനമാണ് നമ്മെ നിലനിർത്തേണ്ടത്. വചനമാണ് നമ്മെ ഉറപ്പിക്കേണ്ടത്. വചന ശ്രവണത്തിന് മുമ്പ് നമുക്ക് നന്നായിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം കൃപ നൽകി. ആരാധനയോടുള്ള ബന്ധത്തിൽ അന്ധകാരത്തിൻ്റെ ശക്തികളൊക്കെ വഴിമാറി സ്വർഗത്തിലെ മഹാദൈവം നമുക്കിന്ന് രാത്രി പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുക. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ജീവിതത്തിൻ്റെ ശാശ്വതമായ അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേദവാക്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ കൊണ്ടെത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും വളരെ പരിചിതമായൊരു തിരുവെഴുത്ത്, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഒറ്റ നിമിഷം കണ്ണുകളടയ്ക്കാം. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിനായി നന്ദി അപ്പാ. ഞങ്ങളോട് അങ്ങ് സംസാരിക്കണം. ഞങ്ങൾക്ക് ആവശ്യം അവിടുത്തെ ശബ്ദം, ഉയരത്തിലെ ശബ്ദം, ദൈവശബ്ദം. ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുമ്പോൾ പാപികൾക്കൊരു മാനസാന്തരവും രോഗികൾക്ക് പൂർണ്ണമായ രോഗശാന്തിയും പിന്മാറ്റക്കാർക്ക് മടങ്ങി വരവും ഇന്ന് രാത്രി ചിലരുകൂടെ തീരുമാനത്തിൽ ഉറച്ച് കർത്താവിനോടുകൂടെ പറ്റിച്ചേരത്തക്ക വിധത്തിലുള്ള ഒരു അനുഗ്രഹീതമായ സാഹചര്യം ഞങ്ങൾക്ക് കണ്ട് സന്തോഷിപ്പാൻ കൃപ നൽകണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. രാവിലെ വായിച്ച കുറിവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ശരിയല്ലേ? എന്തായിരുന്നു വാക്യം? വാക്യം മൊത്തം ഞാൻ കേൾപ്പിക്കുന്നില്ല. അതിനകത്തുള്ള പ്രധാന വിഷയം അങ്ങ് പറയാം. 1, മരണത്തിനല്ലാത്ത പാപം. 2, മരണത്തിനുള്ള പാപം. സ്തോത്രം. മരണത്തിനുള്ള പാപം എന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നു. എന്താണത്? മരണത്തിനുള്ള പാപം പരിശുദ്ധാത്മാവിന് എതിരെയുള്ള ദൂഷണമാണ് മരണത്തിനുള്ള പാപം എന്ന് നമ്മൾ വായിച്ചു കേട്ടു. ലഘുവായിട്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ അതിവേഗം ഓടിച്ചു പറയുവാനും കർത്താവ് സഹായിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നെനിക്കറിയില്ല, എന്നാൽ കുറച്ചു പേരെങ്കിലും ആ കാര്യം മനസ്സിലാക്കി ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരണത്തിനുള്ള പാപം എന്ന ലിസ്റ്റിൽ കാണുന്ന ഒന്നാമത്തെ വസ്തുതയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവിടെ നിന്ന് കറങ്ങാതെ അടുത്തൊരു പോയിന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് മുൻപായി കർത്താവിൻ്റെ ദാസൻ ആമുഖ പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ച് ഓടിച്ച് ആധികാരികമായി ചില കാര്യങ്ങൾ പ്രസ്താവിക്കുകയും തന്നെ വളരെ കഷ്ടപ്പെട്ട് ഒരു നോട്ടുണ്ടാക്കുകയും അതിലതിയായ സന്തോഷം. കേട്ടോ പാസ്റ്റേ, ഉപദേശിമാരെ, ഞങ്ങൾ വർഷങ്ങളായി നോട്ടുണ്ടാക്കാൻ തുടങ്ങി. കർത്തൃദാസൻ ദൈവം നൽകിയ ആ കാഴ്ചപ്പാടിനായി നന്ദി. ഇത്രയും കഷ്ടം സഹിച്ച് നോട്ടുണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ സ്നാനം വേർപാടെന്നുള്ള വിഷയത്തെ ആസ്പദീകരിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചതിൽ അതിയായ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. കാരണം ഏതാണ്ട് 31-ാമത്തെ വർഷമാണ് ടീച്ചിങ് മേഖല നിൽക്കുന്നത്. അന്ന് തുടങ്ങി നോട്ടുണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യതയും അറിയാം. കർത്തൃദാസൻ ഇവിടുത്തെ ദൈവ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തിരുവഴുത്തിൽ മറഞ്ഞു കിടക്കുന്ന മാർമിക സത്യങ്ങളെ കളക്ട് ചെയ്ത് ശേഖരിച്ച് അത് നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ട് തന്നിരിക്കുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്തരുത്. വായിച്ച് പഠിച്ച് പ്രാഗൽഭ്യം നേടിയിട്ട് നിങ്ങളുടെ സമശിഷ്ടങ്ങളോട് നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അറിയിച്ച് അവരെ ഇതിനകത്ത് കൊണ്ടെത്തിക്കണം. ബാക്കി അഭിഷിക്തന്മാരൊക്കെ ചെയ്തോളൂ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ശ്രദ്ധിക്കൂ, മരണത്തിനുള്ള പാപം 1, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. 2, കൽപ്പനാലംഘനം. മറക്കരുത് കേട്ടോ. എന്താണ് കൽപ്പനാലംഘനം? നമ്മളിവിടെ വായിച്ച് കേൾക്കപ്പെട്ട വേദവാക്യത്തിൽ ഒരു അനുഗ്രഹീതമായ ഒരു സ്വരം നിങ്ങൾ കേട്ടു അല്ലേ? ഏറ്റവും ഒടുവിലായിട്ടാണത് കേട്ടത്. ഒന്നും കൂടെ വാക്യം നിങ്ങളെ കേൾപ്പിക്കാം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആമേൻ ദൈവം കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കൽപ്പന. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ പുസ്തകത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. കൽപ്പന എന്ന പദം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് പട്ടാള ചിട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന പദപ്രയോഗമാണ് കൽപ്പന. മറക്കരുതേ, പട്ടാള ചിട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പദപ്രയോഗമാണ് കൽപ്പന. ഫോർ എക്സാമ്പിൾ,
ഒരു പട്ടാള മേധാവി തൻ്റെ കീഴിലുള്ള ഒരു പട്ടാളത്തുകാരനോട് പറയുകയാണ്, ടേക്ക് യുവർ ഗൺ ആൻഡ് ഷൂട്ട് യുവർ സെൽഫ്. നിന്റെ തോക്കെടുത്ത് നിന്നെ വെടിവെക്കൂ എന്ന് പട്ടാള മേധാവി പറഞ്ഞാൽ ആ വാക്കിന്റെ മുമ്പിൽ തിരിച്ച് ചോദിക്കാൻ വ്യവസ്ഥയില്ല. തോക്കെടുത്ത് വെടിവെക്കണം തന്നെ. ചത്തില്ലെങ്കിൽ പിന്നെ ചോദിക്കാം, സാർ എന്തിനാണ് പറഞ്ഞതെന്ന്. ഇതാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വായിച്ച വാക്യത്തിൽ കേട്ട പദപ്രയോഗം മനുഷ്യനല്ല കൽപ്പിക്കുന്നത്, മനുഷ്യരോട് സർവത്തിൻ്റെയും സൃഷ്ടാവായ, സർവശക്തനായ, സർവജ്ഞനായ, സർവവ്യാപിയായ, മാറാത്തവനായ, നിത്യനായ, ഇന്നലെയും ഇന്നും എന്നും അനന്യനായ, സ്തോത്രം ദഹിപ്പിക്കുന്ന അഗ്നിയായ അത്യുന്നതനായ ദൈവത്തിന്റെ കൽപ്പന. ഈ കൽപ്പനയുടെ മുമ്പിൽ ഒരൊറ്റ കുഞ്ഞിന് മാറാൻ വ്യവസ്ഥയില്ല. മാറിയാൽ ശിക്ഷയെന്നല്ലാതെ മറ്റൊന്നില്ല. നിങ്ങൾക്കറിയാം, വിശുദ്ധ ബൈബിളിലെ അനുഗ്രഹീതമായ 66 പുസ്തകങ്ങളിൽ പ്രാധാന്യമറിയിക്കുന്ന ചില അധ്യായങ്ങളുണ്ട്. ആവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായം അതിപ്രാധാന്യം. എന്തുകൊണ്ട്? 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗം നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് 2 കാര്യം. 1, അനുസരിച്ചാൽ അനുഗ്രഹം. 2, തിരസ്കരിച്ചാൽ കനത്ത ശാപം. ഇത് 2 മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീത അധ്യായമാണ്. ഏതാ? സ്തോത്രം, 28-ാം അധ്യായം ആവർത്തന പുസ്തകം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. നാം അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹം. അനുഗ്രഹത്തെ കൊണ്ടുവരാൻ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട, വേറെ ഒരു പരിപാടിയും ചെയ്യണ്ട. സ്തോത്രം, ദൈവത്തെയും അവന്റെ വചനത്തെയും അനുസരിച്ചാൽ മാത്രം മതി. ഒരു ദൈവപൈതൽ ദൈവത്തെയും അവന്റെ വചനത്തെയും ദൈവിക ആലോചനകളെയും ദൈവിക അരുളപ്പാടുകളെയും മനസ്സോടെ അനുസരിക്കുമെങ്കിൽ അവൻ അറിയാതെ അവന്റെ ജീവിതത്തിൽ, അവന്റെ കൂടാരത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വന്നു കയറുകയാണ്. ഇനി തിരസ്കരിച്ചാലോ ശാപത്തെ വിളിച്ചു വരുത്തണ്ട, കനത്ത ശാപം. പ്രൈസ് ദി ലോർഡ്. ഈ യോഗ പരമ്പരയിൽ ഇന്ന് രാത്രി 9-ാം ദിവസം, പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, അവൻ എന്ത് കൽപ്പിച്ചാലും ഞാനത് ചെയ്യുവാൻ സന്നദ്ധനാണെന്നുള്ള സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. ശരിയല്ലേ? ആണ്. സ്തോത്രം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണമല്ല എൻ്റെത്. അല്പം വ്യത്യാസം. എല്ലാവരുടെ പ്രഭാഷണം ഒരുപോലെ ഇരുന്നാൽ ശരിയാവുമോ? ആകില്ല. ചിലതൊക്കെ ക്ലാസിക്കലായിരിക്കണം, ചിലതൊക്കെ റിവൈവലാകണം. എല്ലാവരും എന്നെ പോലെ പ്രസംഗിച്ചാൽ പറ്റത്തില്ല. ചില മെസ്സേജൊക്കെ റിവൈവൽ. പിടികിട്ടിയോ? ഇതെല്ലാം കൂടെ സ്തോത്രം ഇടകലർന്ന് വരുമ്പോഴാണ് നമുക്കും അതൊരു അനുഗ്രഹം. ശരിയാണോ? ദൈവത്തിന് സ്തോത്രം. ചിലർ വിഷയം എടുത്തു കഴിഞ്ഞാൽ വിഷയത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അത് അവരുടെ കുഴപ്പമല്ല, പരിശുദ്ധാത്മാവ് ആ രീതിയിൽ അവരെ കൊണ്ടുപോകുന്നതാ. വ്യക്തികളുടെ സാഹചര്യവും സന്ദർഭവും അവസ്ഥയും മനസ്സിലാക്കിയിട്ട് കുത്തിക്കുറിച്ച് വച്ചതെല്ലാം അവിടെ കിടക്കും. അവരെ മറ്റൊരു വഴിക്ക് ദൈവാത്മാവ് വ്യക്തികളുടെ അവസ്ഥ അറിഞ്ഞു കൊണ്ടുപോകും. അപ്പോൾ ആ വിധത്തിലും പരിശുദ്ധാത്മാവ് നടത്തുന്നത് ദൈവിക പദ്ധതിയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ക്ലാസിക്കലായിട്ട് ശാന്തമായിട്ടത് പറയുന്നത് ദൈവത്തിന് മഹത്വം. ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയേണ്ടതിനാണ്. മനസ്സിലാക്കുന്നുണ്ടോ? പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഏക ചരിത്ര ഗ്രന്ഥം. എൻ്റെ ചില വിദ്യാർത്ഥികൾ ഇതിനെ തിരിപ്പുണ്ട്. ഷാജി ബ്രദറിന് മാത്രമേ ശരിക്കും അടുത്തറിയാവൂ. ബാക്കി പലരുമൊക്കെ ഓൺലൈൻ വഴി കയറി പതിങ്ങിയിരുന്ന് എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നെന്ന് അദ്ദേഹം പറഞ്ഞാണ് അറിയാൻ സാധിച്ചത്. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. പിടികിട്ടുന്നുണ്ടോ? പുതിയ നിയമത്തിൽ വേറെ ചരിത്ര ഗ്രന്ഥം ഇല്ല. മറിച്ച് പഴയ നിയമത്തിലാകട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ പൂരം. ജോഷുവ മുതൽ എസ്തർ വരെയുള്ള പുസ്തകങ്ങൾക്ക് ദൈവശാസ്ത്രജ്ഞന്മാർ കൊടുത്തിരിക്കുന്ന പേര് ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നാണ്, ചരിത്ര പുസ്തകങ്ങൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഒരൊറ്റ ചരിത്ര പുസ്തകമേ ഉള്ളൂ, അതാണ് അപ്പോസ്തല പ്രവൃത്തി. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, ഒരൊറ്റ പുസ്തകം മതി, സംഗതി വെടിക്കെട്ട. പുതിയ നിയമത്തിൽ ഒറ്റ പ്രവചന ഗ്രന്ഥമേ ഉള്ളൂ, പക്ഷെ അത് വെടിക്കെട്ട. പഴയ നിയമത്തിലോ 17 പ്രവചന ഗ്രന്ഥം. ശരിയല്ലേ? യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, അഗസ്കേൽ, ദാനിയേൽ, ഹോശയ്യ, യോവേൽ, ആമോസ്, ഓബദ്യ, യോന, മീഖ, നഹൂം, അല്ലേ? സഫന്യാവ്, ഹക്കായി, സഗരിയാവ്,
എന്ന് വേണ്ട 17 എണ്ണം. പക്ഷെ പുതിയ നിയമത്തിൽ ഒറ്റ എണ്ണം ഉള്ളൂ, മതി. അതുപോലെ പുതിയ നിയമത്തിന്റെ ഏക ചരിത്ര ഗ്രന്ഥം ഇതൊന്നും മതി. അതിനകത്ത് എഴുതിയിരിക്കുന്ന ചരിത്രം ഇന്നും ജീവിപ്പിക്കുന്നതാണ്. ഏതാ ചരിത്രം? പുതിയ നിയമ സഭയുടെ ചരിത്രം, അപ്പോസ്തലന്മാരുടെ ചരിത്രം, രക്തസാക്ഷികളുടെ ചരിത്രം, പീഡകളുടെ ചരിത്രം, സഭയുടെ വളർച്ചയുടെ ചരിത്രം, സഭയ്ക്ക് നേരിട്ട പീഡ മുഖാന്തരം ചിതറിപ്പോയ ചരിത്രം എന്ന് വേണ്ട അനുഗ്രഹീതമായ ചരിത്രങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം AD 62 രചിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിലുള്ള തെളിവ്. ദൈവത്തിന് സ്തോത്രം. അതിന് പ്രധാനമായിട്ട് നിരത്തുന്ന 3 കാരണങ്ങളുണ്ട്. 3 കാരണങ്ങൾ. ഒന്ന്, AD 64 ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവം. 2, AD 68 അതിപ്രാധാന്യം അറിയിക്കുന്ന ദൈവസഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത മറ്റൊരു സംഭവം. 3, AD 70 ഇന്നും ലോക ജനതകൾ പ്രത്യേകിച്ച് യഹൂദന്മാർ ഞെട്ടിത്തിരിയുന്ന മറ്റൊരു സംഭവം. എന്താണിതൊക്കെ? AD 64 എന്ന് പറയുന്നത് റോം എന്ന പട്ടണത്തിന്റെ 1/3 ഭാഗം വെന്ത് വെണ്ണീറായി. നീചനും ദുഷ്ടനുമായ നീറോ ചക്രവർത്തിയുടെ ഗൂഢതന്ത്രമായിരുന്നു അത്. ആ മഹാവിപത്ത് സാധുക്കളായ നിരപരാധികളായ നിഷ്കളങ്കരായ ക്രിസ്ത്യാനികളുടെ തലയിൽ വെച്ച് കെട്ടി. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ സംഭവം AD 68. 2 അപ്പോസ്തോലന്മാർ രക്തസാക്ഷികളായത്. ഒന്ന്, പുതിയ നിയമസഭയുടെ അനുഗ്രഹീത അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കത്തോലിക്കർ പറയുന്ന ഒന്നാമത്തെ പോപ്പ് എന്ന് അറിയപ്പെടുന്ന പത്രോസിന്റെ രക്തസാക്ഷിത്വം. 2, വിശ്വപ്രസിദ്ധ സ്ലീഹൻ പൗലോസ് അപ്പോസ്തോലന്റെ രക്തസാക്ഷിത്വം. ഇങ്ങനെ 2 അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായതാണ് AD 68. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, AD 70 എന്ന് പറഞ്ഞാൽ അതല്ല. ലോക ജനതകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ അഭിമാന സ്തംഭമായിരുന്ന യെരുശലേം നഗരവും യെരുശലേം ദേവാലയവും പൂർണ്ണമായി നശിക്കപ്പെട്ടു. ഭാഗികമായില്ല, പൂർണ്ണമായി നശിച്ചു തീത്തോസ് കൈസറിന്റെ കാലഘട്ടത്ത്. അപ്പോൾ അത് ഇന്നും യഹൂദന്റെ ഹൃദയത്തിൽ മായാത്ത, ആമേൻ, അത് പൊറുക്കാത്ത ഒരു പാടായി വ്രണമായി ഇന്നും കിടക്കുകയാണ്. അതവിടെ നിന്നോട്ടെ, ഇത്രയും ആമുഖമായി പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ AD 62 അനുഗ്രഹീതനായ പുറജാതിക്കാരനായ ലൂക്കോസിനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ദൈവത്തിന് സ്തോത്ര അപ്പോസ്തല പ്രവർത്തികൾ. ഇത്രയും മുഖവര പറഞ്ഞിട്ട് ഇനി നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ഇനി ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ഇവിടെ പൗലോസിന്റെ പ്രഭാഷണത്തിൽ അടങ്ങിയ ഒരു വസ്തുതയാണ് വായിച്ച് കേൾക്കപ്പെട്ടത്. പൗലോസിന്റെ പ്രസംഗമാണ്. എന്നാൽ അറിയാം, ഇവിടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യമാക്കുന്നില്ല. ഒന്നും കൂടെ ആ വാക്യം ഉറക്കെ വായിച്ചോ. ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം. സന്തോഷമുള്ളവർ ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തോത്രം പറയിപ്പിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം പറയും തോറും ഇങ്ങനെ പ്രസംഗം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമെന്ന് ചിന്തിക്കണ്ട. അങ്ങനല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഇവിടെയാണോ, ഇവിടെ നിന്ന് വേറെ വല്ലയുടെ യാത്രയായോ എന്നറിയാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്തോത്രം ചെയ്യിപ്പിക്കുന്നത്. അത് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും അറിഞ്ഞ് മനസ്സോടെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ശ്രദ്ധിക്കൂ, ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. കൽപ്പിക്കുവാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളൂ. ബാക്കി ആരൊക്കെ എന്ത് കൽപ്പിച്ചാലും അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. സ്തോത്രം. എന്നാൽ സാക്ഷാൽ കൽപ്പിക്കുവാൻ കഴിവുള്ളവൻ സർവത്തിൻ്റെയും സൃഷ്ടാവ്. അവൻ കൽപ്പിച്ചാൽ കാറ്റ്, കടല്, പ്രപഞ്ച ശക്തി ആ കൽപ്പനയുടെ മുമ്പിൽ അനുസരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം. നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം അതൊന്ന് വായിച്ചേ. 2:5 പെട്ടെന്നെടുത്തേ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച്,
അവൻ ആരാ? യേശു. നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്ത് കൽപ്പിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നമുക്ക് നമ്മോടുള്ള ദൈവത്തിന്റെ ദൂതും അതാണ്. സ്വർഗത്തിലെ ദൈവം നമ്മോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്താൽ അവിടെ നടക്കുന്നതിൻ്റെ പേര് അത്ഭുതം. സന്തോഷമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അരികത്ത് വന്നൊരു സംഭാഷണം നടത്തി, അഭിമുഖ സംഭാഷണം. ആ സംഭാഷണത്തിൽ കൂടെ കർത്താവ് കൊടുത്ത മറുപടി കേട്ടപ്പോൾ നേരെ മറിയ എന്ന യേശുവിൻ്റെ അമ്മ, ആ ധീര വനിത, ശുശ്രൂഷക്കാരുടെ അരികത്തോട് ചെന്നിട്ട് പറഞ്ഞു, അവൻ ആരാ? ക്രിസ്തു. എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ കൽപ്പിക്കേണ്ടത് ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. കൽപ്പിക്കേണ്ടത് ഇവിടുത്തെ വിരുന്നു വാഴിയല്ല. കൽപ്പിക്കേണ്ടത് ആമേൻ സ്തോത്രം ഈ ഭവനത്തിലെ ഉടയവനല്ല, മറിച്ച് കൽപ്പിക്കേണ്ടത് അവനാണ്. എന്താ കാര്യം? അവൻ ആരെന്നറിയണ്ടേ? അവനെക്കുറിച്ച് അതേ സുവിശേഷത്തിലുണ്ട്. എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. കണ്ടോ? ഒന്നും കൂടെ ആവർത്തിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒറ്റവാക്യത്തിൽ 3 കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു. ഒന്ന്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, എറ്റേണലിറ്റി, നിത്യത്വം. 2, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, പേഴ്സണാലിറ്റി, ആമേൻ, വ്യക്തിത്വം. 3, വചനം ദൈവമായിരുന്നു, ഡിവൈനിറ്റി, ദിവ്യത്വം. അപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം നിത്യത്വം, വ്യക്തിത്വം, ദിവ്യത്വം, ഇത് 3ഉം അടങ്ങിയ കഥാപാത്രമാണ് കൽപ്പിച്ചത്. സ്തോത്രം. ആ സുവിശേഷത്തിൽ കാണുന്നു, സകലവും അവൻ മുഖാന്തരം, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആരാധിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകുന്ന കർത്തൃ കുഞ്ഞുങ്ങൾ, ഇന്ന് രാത്രി ഒരു കാര്യം ആഴമായി തിരിച്ചറിയണം. നാം ആരാധിക്കുന്നത് ആരെയാണ്? സർവചരാചരങ്ങളെയും സകലത്തെയും ഉളവാക്കിയ സർവത്തിൻ്റെയും സൃഷ്ടാവ്. പ്രൈസ് ദി ലോർഡ്. സകലത്തിൻ്റെ സൃഷ്ടാവാണ് നമ്മോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അവൻ നമുക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ നടക്കുന്നത് അത്ഭുതമാണ്. ഞാൻ രാവിലെ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രത്യേക ഒരു പ്രേരണ കിട്ടിയോണ്ട് ഒരു സംഭവം കൂടെ പറയാം. ഞാൻ രാവിലെ പറഞ്ഞു, ഞങ്ങൾ അപ്പനും അമ്മയ്ക്ക് 5 മക്കളെന്ന്. 5 പേരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 5 പേരും കുടുംബസ്ഥരായി, 5 പേരും കർത്താവിൻ്റെ വേല. ഞങ്ങൾക്ക് എന്താന്നില്ലാത്ത സന്തോഷമാണ്. അതിൽ 3 പാർട്ടിക്കാർ തമിഴ്നാടിൻ്റെ അതിർത്തിയിലും തമിഴ്നാട്ടിലും, 2 പേര് കേരളത്തിലും. അങ്ങനെ 5 കുടുംബങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു. 5 പാർട്ടികൾക്ക് സഭാ ശുശ്രൂഷയുണ്ട്, പൊതു ശുശ്രൂഷയൊക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. പിതാവിൻ്റെ വേർപാട് 1994 ആണ്ട് നവംബർ മാസം 26-ാം തീയതിയായിരുന്നു. അന്ന് ഞങ്ങൾ 5 മക്കളും പുര നിറഞ്ഞു നിൽക്കുന്നു, പ്രായപൂർത്തിയായവരാ. എൻ്റെ അനുജന് അപ്പോൾ 19 വയസ്സ് കഴിഞ്ഞ് 20ലേക്ക് കാല് വയ്ക്കുന്നു. ന്യായമായി പറഞ്ഞാൽ ഞങ്ങൾ 5 പേരും വിവാഹപ്രാപ്തരാ. 2 മൂത്ത പെങ്ങന്മാർ, ഇളയതിൻ്റെ നേരെയുള്ളതൊരു പെങ്ങൾ. ഞങ്ങൾ 5 പേരും ആണും പെണ്ണും വിവാഹപ്രാപ്തരാ. പ്രത്യേകിച്ചും പെങ്ങന്മാർ, എൻ്റെ മൂത്ത 2 പെങ്ങന്മാർ പ്രായപൂർത്തി കഴിഞ്ഞു നിൽക്കുക. ഒറ്റ കുഞ്ഞിൻ്റെയും വിവാഹം നടന്നില്ല അതുവരെ. നടക്കാത്തത് ബന്ധനമൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. പെങ്ങന്മാരെ കാണാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്, പല ചെറുപ്പക്കാരും വന്നിട്ടുണ്ട്. പെങ്ങന്മാരെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ പുറത്തിറങ്ങി കൂട്ടിക്കൊണ്ട് വന്നവനോട് ചോദിക്കും, എന്ത് കൊടുക്കും? ഞങ്ങളുടെ ചരിത്രം ഇവിടെ വിശദീകരിച്ചാൽ മണിക്കൂറുകളിൽ നിന്ന് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. അത് പറഞ്ഞ് ഞാൻ സമയത്തെ വൃഥാവാക്കുന്നില്ല. എന്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ആവർത്തന പുസ്തകത്തിലൊരു വാക്യമുണ്ട്, നിങ്ങൾക്ക് പരിചിതമാണ്, പേര് പറയുന്നില്ല. 1 വഴിയായി വരും, 7 വഴിയായി. അതുപോലെ ചങ്ങാതിമാർ 1 വഴിയായി കയറി വരും, ഇത് കേൾക്കുമ്പോൾ 7 വഴിയായിട്ട് ഓടിപ്പോകും.
ഇത് കേട്ട് കേട്ട് മടുത്തു. അവസാനം ഒരു ചെറുക്കൻ വന്നു, സംസാരിച്ച് പെങ്കൊച്ചിനെ കണ്ടു, മൂത്ത പെങ്ങളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. ഇനി അവൻ അറിയേണ്ടത് എന്ത് കിട്ടുമെന്ന്. അപ്പം അവൻ ചോദിച്ചു, കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ ആളിനോട്, ഇപ്പം അങ്ങ് ചോദിക്കണം, നമുക്കിനി ദിവസം തിരിയിപ്പിക്കണ്ട. കൂടെ വന്ന ആൾ ചോദിച്ചു, പാസ്റ്റേ മോക്ക് എന്ത് കൊടുക്കും? നാളുകളായിട്ടല്ല, വർഷങ്ങളായിട്ട് ഈ ചോദ്യം കേട്ട് കേട്ട് അപ്പൻ അങ്ങ് മടുത്തിരിക്കുക. അപ്പൻ കൂളായിട്ട് പറഞ്ഞു, കൊടുക്കുന്നത് കേൾക്കണോ? എഴുതിയെടുത്തോ. രാവിലെ ഒരു കുറ്റി പുട്ട് കൊടുക്കും, ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് ചോറ് കൊടുക്കും, വൈകിട്ട് 3 അല്ലെങ്കിൽ 4 ദോശ കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വല്ലതും കൊടുക്കും. ഇതാണ് സർവ്വതാ ഞങ്ങൾ കൊടുത്തു വരുന്നത്. അവനത് മതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എൻ്റെ പിതാവിൻ്റെ വേർപാടിൻ്റെ സമയം ഞാൻ അരികത്ത് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, നിങ്ങൾ 5 പേരെയും ഞാൻ തമ്പുരാൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ദൈവം നോക്കിക്കൊള്ളും, നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും, നിങ്ങളാരെയും ദൈവം കൈവിടത്തില്ല. പക്ഷെ ഒരു വാക്ക് പറഞ്ഞു, അതൊന്നും എൻ്റെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ തറച്ചു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലത്തെ കൈക്ക് ഇച്ചിരി സ്വാധീനക്കുറവുണ്ട്. ഇടത്തെ കൈ കൊണ്ട് കിടപ്പിൽ കിടക്കെ ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ പ്രമാണം വിട്ട് ഇടം വലം തിരിയരുത്. പ്രൈസ് ദി ലോർഡ്. എന്നും ഹൃദയത്തിൽ ചാട്ടുളി പോലെ അത് തറച്ചു കിടക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പിതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഒറ്റ വാക്കിൽ പറയട്ടെ, നാളുകൾ ചിലത് കൂടെ മുന്നോട്ട് പോയി. 2 പെങ്ങന്മാരുടെ വിവാഹം ഉദയങ്ങളങ്ങര ഒരു കല്യാണ മണ്ഡപത്തിൽ 1 മാസത്തെ മുൻപും പിറകുമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. വീട്ടുമുറ്റത്തിട്ട പന്തൽ, മൂത്തവൾക്കിട്ട പന്തൽ അഴിച്ചു മാറ്റാൻ ഇട വന്നില്ല. 2ാമത്തവളുടെ വിവാഹം അവിടെ വെച്ച് നടക്കുവാൻ ദൈവം സഹായിച്ചു. ഒറ്റ വാക്കിൽ പറയട്ടെ, 5 പേരുടെയും വിവാഹം നടന്നു. 5 പേരും കുടുംബസ്ഥരായി. 5 പേർക്കും ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്തു. ആരും പണം കണ്ടാന്ന് പറഞ്ഞ് മൂത്തത് മുതൽ താഴെയേറ്റ എൻ്റെ ബ്രദറിന് വരെ എല്ലാവർക്കും 2 പിള്ളേരെ കൊടുത്തു. ആരും പിണങ്ങാതിരിക്കാൻ 1ആയിട്ട് കുറച്ചുമില്ല, 3ആയിട്ട് കൂട്ടിയില്ല, എല്ലാവർക്കും 2 പിള്ളേരെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇതിനോടകം ഈ 10 മക്കളിൽ 3 പേര് കുടുംബസ്ഥരായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം പിടികിട്ടിയോ? എൻ്റെ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അവിടെ സംതിങ് വിൽ ബി ഹാപ്പൻ. അവിടെ എന്തെങ്കിലും നടക്കും. യേശു, ആമേൻ, സ്തോത്രം. ശുശ്രൂഷക്കാരെ വിളിച്ചു. യേശുവിന്റെ അമ്മ പറയുന്നു, അവൻ എന്ത് കൽപ്പിച്ചാലും അത് സംഭവിക്കുമോ? എന്താ തെളിവ്? യേശു ശുശ്രൂഷക്കാരെ വിളിച്ചു. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം, ആ കൽപ്പാത്രത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അതിൽ വെള്ളം കോരി വക്കോളം നിറയ്ക്കുവാൻ പറഞ്ഞു. അവരതുപോലെ ചെയ്തു. ശ്രദ്ധിക്കണം, ഏത് പാത്രമാണ്? കൽപ്പാത്രം. യേശുവിന്റെ അമ്മ പറഞ്ഞ വാക്കെന്തുവാ? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, ആ വാക്ക് ശ്രദ്ധിക്കണം. യേശു എന്ത് കൽപ്പിച്ചാലും, എന്തെങ്കിലും കൽപ്പിച്ചാലും, എപ്പ കൽപ്പിച്ചാൽ അത് ചെയ്യണം. കൽപ്പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും തിരിഞ്ഞു നിൽക്കും. കല്ലുകൊണ്ടുള്ള പാത്രം, സ്റ്റോൺ വെസൽസ്. ഈ കൽപ്പാത്രം ഒരിക്കലും വീട്ടിന്റെ അകത്ത് കയറ്റത്തില്ല. ഇതെപ്പോഴും വീട്ടിന്റെ പുറത്താ, മുറ്റത്തെ വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. കാരണം ഇനി പണ്ടത്തെ ഒരു സ്റ്റോറി പറയാം, അമ്മച്ചിമാർക്കൊക്കെ അറിയാം. നമ്മൾ പണ്ട് എൻ്റെ കൊച്ചുപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുപ്രായത്ത് വീട്ടിൻ്റെ അകത്ത് കയറ്റാതെ പുറത്ത് മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രമുണ്ട്. മരവി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇവിടെ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. മണ്ണ് കൊണ്ടുള്ള പാത്രം, മരവി. ഒരു ചരുവത്തിൻ്റെ ഷേപ്പിലിരിക്കും. എന്തിനാ അത് പുറത്ത് വെച്ചിരിക്കുന്നത്? വെള്ളം സ്റ്റോർ ചെയ്യാനാ, പുറത്തുള്ള ആവശ്യങ്ങൾക്ക്. ഇതുപോലെ യഹൂദന്മാർ പുറത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള പാത്രമാണ് കൽപ്പാത്രം. അതകത്ത് കൊണ്ടുവരത്തില്ല. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ, ഒരു യഹൂദൻ വീട് വിട്ട് പുറത്തു പോയി തിരിച്ച് ചന്തയിലോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ആ കൽപ്പാത്രത്തിന്റെ മുൻപിൽ നിന്ന് വെള്ളം കോരി കാൽപാദങ്ങളിൽ ഒഴിച്ച് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അകത്ത് കയറുന്നത്. നമ്മുടെ ആളുകളിൽ പലരെയും സമ്മതിക്കേണ്ടതാ. ചന്തയിൽ പോട്ടെ, കല്യാണ വീട്ടിൽ പോയിട്ട് വന്നതും പോട്ടെ, രാത്രി അന്തി ഉറങ്ങുവാൻ ബെഡിലോട്ട് കാല് വെക്കുന്ന സമയത്ത് പോലും ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ അതേ കാലോടെ രാവിലെ മുതൽ രാത്രി വരെ ഉഴുതുമറിച്ച് ആ സെയിം കാലുകൾ കൊണ്ട് ബെഡിലോട്ട് കയറാൻ മടിക്കാത്ത ചങ്ങാതിമാര് നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? യഹൂദന്മാരെ കണ്ട് പല കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അവരുടെ ശുദ്ധീകരണ നിയമം പിടികിട്ടിയോ? പുറത്തു കിടന്ന ആ പാത്രത്തെ, ദൈവത്തിന് മഹത്വം,
അകത്തു വരുവാൻ ഒരു അവസരം കിട്ടി. യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ ശുശ്രൂഷക്കാര് തിരസ്കരിക്കാതെ, തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ അതുപോലെ പാത്രം കൊണ്ടുവന്ന് വെള്ളം നിറച്ചു. എന്നിട്ട് വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുക്കുവാൻ പറഞ്ഞു. വിരുന്നുവാഴിയാണ് എപ്പോഴും ആദ്യം ഒന്ന് രുചിച്ചു നോക്കുന്നത്. വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി. ഇതുവരെയും ഇത്രയും ശ്രേഷ്ഠമേറിയ വീഞ്ഞ് എവിടെ സൂക്ഷിച്ചു? ഇത് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ മറ്റാരും ഈ രഹസ്യം അറിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ആഴമായി തിരിച്ചറിയേണ്ട ഒരു സത്യം കിടപ്പുണ്ട്. എന്താ സത്യം? നീണ്ട 21 ദിവസം രാത്രിയും പകലും ഇതിനകത്ത് മുട്ടുമടക്കി ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോൾ ഒരു കാര്യം കൂടെ അടിസ്ഥാനപരമായി തിരിച്ചറിയണം. എന്താ അറിയേണ്ടത്? അഭിഷിക്തന്മാരെ ഇതിനകത്ത് കൊണ്ടുവന്ന് കേൾപ്പിക്കുന്ന അവന്റെ മാറ്റമില്ലാത്ത കൽപ്പനകൾ എന്തായാലും അത് ചെയ്യുവാനുള്ള മനസ്സ് വേണം. അവിടെയാണ് അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. എന്താ മരണത്തിനുള്ള പാപം? 2, കൽപ്പനാലംഘനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താണ് കൽപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഗത്ത് 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എടുക്കൂ ദൈവത്തിന്റെ പൈതങ്ങളെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. 16-15. കമോൺ, വേഗത്ത് വായിച്ചോ. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും. ഹലോ, വല്ല മനസ്സിലാവുന്നോ? സ്തോത്രം. ചില ദൈവമക്കൾക്ക് ഇതിന്റെ സത്യം അറിയത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഭൂലോകത്തൊക്കെയും പോയി. തെളിവ് തരാം കേട്ടോ. എടുക്കൂ, ജസ്റ്റ് ഒന്ന് എടുത്തോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8. പെട്ടെന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, വേഗത്ത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, കണ്ടോ എവിടെയൊക്കെ? യെരൂശലേമിലും, സ്വന്തം ദേശം, സ്വന്തം പട്ടണം യെരൂശലേമിലും, യഹൂദയിൽ എല്ലായിടത്തും, ശമരിയയിലും, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഒരു സഭയുടെ ശുശ്രൂഷകനെ എന്നും അതിനകത്ത് തന്നെ രാത്രിയും പകലും ഇരുത്തുന്നവനല്ല ദൈവം. ഒരിടക്കാലം ചിലപ്പോൾ ദൈവം പറഞ്ഞു വിടും. എങ്ങോട്ട്? യഹൂദരെല്ലായിടത്തും. പിടി കിട്ടിയോ? ഈ തിരുവെഴുത്ത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. സ്തോത്രം. തീർന്നില്ല. ശമരിയയില് അല്ല, ഭൂമിയുടെ അറ്റം വരെ. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊരു UK-യോ, ഇടയ്ക്കൊരു ഗൾഫോ, ഇടയ്ക്കൊരു ആഫ്രിക്കൻ നാടോ, ഇടയ്ക്കൊരു അന്റാർട്ടിക്കയോ എവിടെയെങ്കിലും കർത്തൃദാസന്മാർ പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവിക കൽപ്പനയുടെ നിവർത്തിയാണെന്ന്. സ്വന്തം ഇഷ്ടപ്രകാരം ഓടുന്ന അല്ല. വല്ല പിടി കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കണം, യേശുവിന്റെ കൽപ്പന. എന്താ കൽപ്പന? മർക്കോസ് 16:15. ഒന്നുകൂടെ വായിച്ചോ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും. അതിനകത്ത് സ്തോത്രം, ജാതി, മത, വർഗ, വർണ്ണ, കുല, ഗോത്ര, ഭാഷ, നിറവ്യത്യാസമില്ല. ആഫ്രിക്കക്കാരന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അതേ വിലയുള്ള ആത്മാവാണ് അമേരിക്കന്റെ ഉള്ളിലും. അതേ ആത്മാവാണ് ഭാരതീയന്റെ ഉള്ളിലും. അതേ ആത്മാവാണ് ചൈനീസിന്റെ ഉള്ളിലും. പ്രൈസ് ദി ലോർഡ്. സകല സൃഷ്ടിയോടും എന്ത് ചെയ്യണം? കേട്ടില്ല? സുവിശേഷം. എന്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, എന്താ ഈ സുവിശേഷം? സുവിശേഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ റിപ്ലൈ കൊടുക്കും. എന്താ റിപ്ലൈ? സുവിശേഷം. പക്ഷേ എഴുതി വെച്ചോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതല്ല, അത് പുസ്തകങ്ങളാണ്. 4 പുസ്തകം. എന്താണ് സുവിശേഷം? കേട്ടിട്ടുണ്ടോ? ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കൂ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. 2 തിമോത്തി chapter 2:8. പെട്ടെന്ന് വായിച്ചോ. അവിടെയാണ് വിഷയം. കണ്ടോ, ഇതാ സുവിശേഷം വെളിപ്പെടുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. സന്തോഷമുണ്ടോ? പിടികിട്ടിയോ എന്താണ് സുവിശേഷം എന്ന്? ഹലോ, സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷം ഒരു പുസ്തകമല്ല.
പുസ്തകങ്ങളിൽ തെളിയിച്ചിരിക്കുന്ന, വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ പേരാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, ജീവിച്ച്, പ്രവർത്തിച്ച്, മരിച്ച്, അടക്കം ചെയ്യപ്പെട്ട്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശിക്ഷകണം നോക്കി നിൽക്കെ സ്വർഗോന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ദൈവത്തിന്റെ ഏകജാതനായ ക്രിസ്തു. ഹല്ലേലൂയ! അവനാണ് സുവിശേഷം. ഇന്നെങ്കിലും മനസ്സിലാക്കണം, സുവിശേഷം എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, സുവിശേഷം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. സ്തോത്രം, സ്തോത്രം. ഈ സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസംഗിക്കണം. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ പ്രസംഗിക്കണം. ഞങ്ങളത് ഏൽപ്പിച്ചിരിക്കുന്ന അതാണ്. എത്ര ബത്തപ്പാടുണ്ടെങ്കിലും അയക്കുന്ന ഇടങ്ങളിലെല്ലാം ഓടിച്ചെന്ന് ഈ സദ്വർത്തമാനം വിളംബരം ചെയ്യുന്നത്. കാരണം ഇത് കൽപ്പനയാണ് ദൈവമക്കളെ. ഇതൊരു പ്രബോധനമല്ല, ഇത് കൽപ്പന. സ്തോത്രം. ആരുടെ കൽപ്പന? ഇത് ലോകരക്ഷകനായ യേശുവിന്റെ കൽപ്പന, സർവകൃപാലുവായ ദൈവത്തിന്റെ കൽപ്പന, നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ കൽപ്പന, നമ്മെ രക്ഷിച്ച രക്ഷകന്റെ കൽപ്പന, സർവത്തിന്റെ ഉടയവനായ നാഥന്റെ കൽപ്പന. സ്തോത്രം. ഇപ്പോൾ മാനസാന്തരപ്പെടണമെന്ന് അവൻ സകലരോടും കൽപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാനസാന്തരം യേശുവിൻ്റെ കൽപ്പന. മാനസാന്തരം വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്ക് പറഞ്ഞ് അവിടെ കിടക്കാം. മാനസാന്തരത്തിന് ഗ്രീക്കിലും ഹീബ്രുവിലും പല പദങ്ങളുണ്ട്. സ്ട്രഫോ, എപ്പോസ്ട്രഫോ, അപ്പോസ്ട്രഫോ, ഇതൊക്കെ ഗ്രീക്ക് പദങ്ങളാണ്. എബ്രായ ഭാഷയിലും പല പദങ്ങളുണ്ട്. അതിലൊന്ന് ഷൂബ്, മറ്റൊന്ന് നാഖം. ശരിക്കും ഈ വാക്കുകളെല്ലാം ശേഖരിച്ച് അതിൻ്റെ അർത്ഥം തപ്പിയാൽ സെയിമാണ്. എന്താണെന്നറിയണ്ടേ? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പൊയ്ക്കൊണ്ടിരിക്കുന്ന യാത്ര നിർത്തിയിട്ട് എതിർ ദിശയിലേക്ക് തിരിയുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം തിരിയുക. എന്ത് ചെയ്യുക? തിരയുക എന്നല്ല, തിരിയുക. തിരിയുക. ഇതിപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ തിരിയുക എന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം? ഇതാണ് മാനസാന്തരം. പിടികിട്ടിയോ? ചില പുള്ളികൾക്ക് മാനസാന്തരം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തിരിയേണ്ടതിന് പകരം ആ നിൽക്കുന്ന നിൽപ്പിൽ പതിയെ ചരിയുകയാണ്. ചരിയുന്നത് മാനസാന്തരമല്ല, ചരിയുന്നത് വീഴ്ചയുടെ ഒന്നാമത്തെ ഘട്ടമാണ്. ശരിക്കും മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക. എങ്ങോട്ട്? ദൈവത്തിങ്കലേക്ക് തിരിയുക. സ്വർഗത്തിലെ നാഥന്റെ മുഖത്ത് നോക്കി ക്രൂശിങ്കിലേക്ക് തിരിയുവാനുള്ള മനസ്സുള്ളവർക്കാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മാനസാന്തരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ആ കൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി നമ്മൾ അറിയേണ്ട ഏറ്റവും ശ്രേഷ്ഠ കൽപ്പന, അത് 2 വാക്കിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രി എൻ്റെ ദൗത്യം. എന്താണ് ശ്രേഷ്ഠ കൽപ്പന? അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേരാണ് അന്ത്യകൽപ്പന. ആരുടെ? യേശുവിൻ്റെ. എന്തോ കൽപ്പന? അന്ത്യകൽപ്പന. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇകത്തിൽ പ്രത്യക്ഷനായപ്പോൾ അവിടുന്ന് കാണിച്ചു തന്ന മാതൃക എന്നറിയപ്പെടുന്ന അനുഗ്രഹീതമായ യേശുവിൻ്റെ അന്ത്യകൽപ്പന. അന്ത്യകൽപ്പനയുടെ പേരാണ് സ്നാനം. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകൽപ്പനയുടെ പേരാണ്. ഇവിടെ 2 കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ സ്നാനപ്പെടാൻ പോകുന്നെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അവർക്ക് ആ താല്പര്യം ഹൃദയത്തിൽ ഉണ്ടായല്ലോ. ആരുടെയും പരപ്രേരണ കൂടാതെ അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം സ്നാനപ്പെടാൻ ഒരു താല്പര്യം ഹൃദയത്തിൽ നൽകിയത് പരിശുദ്ധാത്മാവാ. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കളും സഭയും പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? സ്നാനം ഈസിയാണ്. എന്താ ഈസി എന്ന് പറയാൻ കാര്യം? ഈസിയാ. ഞാൻ എണ്ണമറ്റ ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, തമിഴ്നാട്ടിലും കേരളത്തിലും. എത്ര ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ സ്നാനം ഈസിയാണ്. എന്താ ഈസി എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെടാൻ വരുന്ന ആളിനെ പിടിച്ചങ്ങ് മുക്കിയാൽ മതി. പിന്നെ കുറേ ഉടമ്പടി വാക്കുകൾ ചോദിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ സകല മഹത്വവും മാറ്റിവെച്ച് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു 30-ാം തിരുവയസ്സിൽ
സ്നാനമേറ്റ് ദേശത്തിന്റെ നെടുകയും കുറുകയും സഞ്ചരിച്ച് നിരവധി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും താൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് സർവ്വലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവരി മലമുകളിൽ കയറി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പരസ്യമായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എത്രയും വേഗത്തിൽ തന്റെ ഭക്തഗണങ്ങളെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. അത് താങ്കൾ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ് എന്ന മറുപടി കിട്ടിയാൽ പിടിച്ചങ്ങ് മുക്കുക. ഈസിയല്ലേ? ഈസിയാ. അതൊരു ട്രിക്കാ, മുക്കിയെടുക്കാം. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് 6 അടി പൊക്കമുള്ള ഒരുത്തരം ഞാൻ മുക്കിയെടുത്തു. ഞാൻ 6 അടി ഇല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ചങ്ങാതിക്ക് ഒരു ഭയമൊക്കെ കാണുമല്ലോ കാണാത്തവർക്ക്. ഞാൻ പിടിച്ച് മുക്കുമ്പോൾ മസിലൊന്നും പിടിക്കരുത്, ഫ്രീ ആയിട്ടൊക്കെ നിന്നാൽ മുക്കി പൊക്കിയെടുത്ത് സുരക്ഷിതമായി ഞാൻ നിർത്തിക്കോളാം. ക്ലാസ് കൊടുത്തില്ലെങ്കിൽ അതും കുഴപ്പമാണ്, ഈ ക്ലാസ്സും കൂടെ കൊടുക്കണം. കാരണം പണ്ടൊരു സ്നേഹിതൻ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സുനി ഞാനൊരുത്തനെ സ്നാനപ്പെടുത്തി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ മുക്കിയത് മാത്രം അറിയാം, പിന്നെ അവനെ കാണാനില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അവൻ 1 ഫർലോങ് അപ്പുറം കുളത്തിൽ പോയി പൊങ്ങി, അടിയിൽ കൂടെ നീന്തി പോയെന്ന്. അപ്പൊ ഈ അടിയിൽ കൂടെ പോകാതിരിക്കാൻ നേരത്തെ ഒരു ക്ലാസ് കൊടുക്കുന്നത് നല്ലതല്ലേ? പിന്നെ ഇപ്പൊ ഈ സ്നാന ടാങ്ക് ആയതുകൊണ്ട് അങ്ങനെ ഓടി ഒളിക്കാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും സ്തോത്രം, ഞാൻ പറഞ്ഞതിന് താല്പര്യം, സ്നാനമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിടിച്ച് മുക്കി വിടുക. പക്ഷേ സ്നാനാനന്തര ജീവിതം, അതാണ് ഏറ്റവും വിലപ്പെട്ടത്. സ്നാനപ്പെട്ട വ്യക്തി പിന്നെ ജീവിച്ച് ജീവിതം തെളിയിക്കണം. അതിനാണ് പ്രാധാന്യം. ആ ജീവിതമാണ് അക്കരയിൽ കൊണ്ടെത്തിക്കുന്നത്. സന്തോഷമുണ്ടോ? സ്നാനപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ദൈവം ഈ ഭൂമുഖത്ത് തന്നിരിക്കുന്ന ആയുസ് മുഴുവനും പ്രമാണത്തിനൊത്തവണ്ണം ജീവിച്ച് ആമേൻ, ആ ജീവിതമാണ് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത്. ആ സാക്ഷാൽ ജീവിതമുള്ള ദൈവമക്കളാണ് കാഹളം മുഴങ്ങുമ്പോൾ കേൾക്കുന്നത്, കാഹളം മുഴങ്ങുമ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നത്, കാഹളം മുഴങ്ങുമ്പോൾ പറന്നുയരുന്നത്, കാഹളനാദത്തിങ്കൽ ക്രിസ്തു സഭയിലെ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ദൈവമക്കളാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ കർത്തൃ കുഞ്ഞുങ്ങളെ, യേശുവിന്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം. ഏത് കൽപ്പന? നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്തൃദാസൻ നോട്ട് തയ്യാറാക്കി തന്നതിൽ അതിയായ സന്തോഷം. വീട്ടിൽ കൊണ്ടുവച്ച് വായിക്കണം കേട്ടോ. അന്ത്യകൽപ്പന എടുക്കൂ. മത്തായി സുവിശേഷം 28, 18, 19, 20 ഈ വേദവാക്യങ്ങളൊക്കെ നിങ്ങൾ മനപ്പാടാക്കണം. ആരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ പറയാനുള്ള ത്രാണി ഉണ്ടാകണം. അടുത്ത് വായിച്ചോ. യേശു അടുത്ത് ചെന്ന് കേട്ടോ, അടുത്ത് ചെന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കണ്ടോ, യേശു അടുത്ത് ചെന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ യേശു ആരാ? സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ളവനാണ്. സകല അധികാരമുള്ളവനാണ്. അതാണ് അധികാരമുള്ള യേശുവിൻ്റെ മുമ്പിൽ പ്രപഞ്ച ശക്തി അനുസരിച്ചത്, കടല് ശാന്തമായത്, കാറ്റ് മാറിപ്പോയത്, പ്രകൃതി പ്രപഞ്ചശക്തി അനുസരിക്കുവാൻ കാരണം സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ അധികാരമുള്ളവനാണ് യേശു. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. പിടികിട്ടിയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നാനം കഴിപ്പിച്ചും. തീർന്നില്ല, ബാക്കി കിടപ്പുണ്ട്. സ്നാനം കഴിപ്പിച്ചും. ഇത് യേശുവിന്റെ അന്ത്യകൽപ്പന. സന്തോഷമുണ്ട് ദൈവമക്കളെ. യേശുവിന്റെ കൽപ്പന എന്ന് മാത്രം കേട്ടാൽ പോരാ, അന്ത്യകൽപ്പന. അന്ത്യകൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. മരണക്കിടക്കിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസാന വാക്കുകൾക്ക് വിലയുണ്ട്. ഇന്നലെ എൻ്റെ ഇളയ പെങ്ങൾ ഒരു വോയിസ്, ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. എനിക്കത് ഓപ്പൺ ചെയ്ത് കേൾക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായി ഞാൻ കേട്ടില്ല എന്ന്. അവൾ ചോദിച്ചു, ആണാ ഈ സംഗതി ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് കേട്ടായിരുന്നോ? നിന്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഇന്ന കർത്തൃദാസി മരണക്കിടക്കിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞ വാക്കുകൾ മക്കളെ വിളിച്ച്. അപ്പോൾ ഈ അന്ത്യവാക്കിന് വിലയുണ്ട്. ഷേർലി എബ്രഹാം എന്ന കർത്തൃദാസി, തൃശ്ശൂരുകാരി, അന്ത്യവാക്ക് പറയുന്നു, മോനെ പപ്പയെ നോക്കിക്കൊള്ളണം, മോളെ പപ്പയെ നോക്കിക്കൊള്ളണം. ഞാൻ വിതിൻ 3 days 3 ദിവസത്തിനകം അപ്പൻ്റെ വീട്ടിൽ ചെന്ന് ചേരും.
സ്തോത്രം. ഭർത്താവിനെ വിളിച്ച് പറയുന്നു, പപ്പ കുഞ്ഞുങ്ങളെ നന്നായി നോക്കിക്കൊള്ളണം, അന്ത്യവാക്കിന് വിലയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ അന്ത്യവാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ചില പുള്ളികളുണ്ട് ഈ അന്ത്യവാക്ക് വെച്ച് കളിക്കും. ഞാനൊരു സംഭവം കേട്ടു. പണ്ടൊരു അപ്പൂപ്പൻ മരണക്കിടക്കെ കിടക്കുക. പിള്ളേരെ വിളിച്ചു, തോമസേ ഓടിവാ. വിളിക്കുന്ന വിളി ആരെയെന്ന് കേൾക്കാൻ പറ്റുന്നില്ല, തിരിയുന്നില്ല. കാരണം അത്രയും അവശനെ കിടക്കുകയാണ് അപ്പൂപ്പൻ. അപ്പൂപ്പൻ മക്കളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ദേ നമ്മുടെ സ്റ്റീഫൻ്റെ കടയിൽ ഒരു 7500 രൂപ കൊടുക്കാനുണ്ട്. എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. മത്തായിച്ചൻ്റെ കടയിലും ഒരു 12000 രൂപ കൊടുക്കാനുണ്ട്. ചുറ്റുപാടും ആൾക്കാർ, ബന്ധുക്കളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നു, മോനെ അപ്പച്ചൻ എന്നാ പറയുന്നത്? അപ്പച്ചൻ അവസാനത്തെ നിമിഷം എന്തോ പിച്ചും പേയും പറയുന്നു. എന്തോ പറയുന്നു? പിച്ചും പേയും പറയുന്നു. അത് പറഞ്ഞിട്ട് വീണ്ടും അപ്പച്ചൻ പറയാണ്, എടാ മറ്റേ രാഘവൻ പിള്ള ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഒരു 70,000 രൂപ കിട്ടാനുണ്ട്. അപ്പോഴതേ മക്കൾ പറയുന്നു, ആ പിച്ചും പേയും മാറി ഇപ്പം ഓർമ്മ വരുന്നുണ്ടെന്ന്. പിടികിട്ടിയോ? മനോഹരമായ അന്ത്യവാക്കല്ലേ പ്രിയ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ. യേശുവിൻ്റെ അന്ത്യകൽപ്പന. എന്തോ കൽപ്പന? അന്ത്യകൽപ്പന, സ്നാനം. ഇനി ഞാൻ 2 വാക്ക് ചോദിക്കട്ടെ. എന്തിനാ സ്നാനപ്പെടുന്നേ? ചുമ്മാ സ്നാനം എന്ന് കേട്ടാൽ പോരല്ലോ അല്ലേ? പെന്തിക്കോസിനകത്ത് വന്ന ഉടനെ പിടിച്ച് മുക്കും. എന്തിനാ മുങ്ങുന്നേ? അന്ത്യകൽപ്പന കേട്ടു അല്ലേ? വേറൊരു സത്യം കിടക്കുക, അതുകൂടെ തിരിച്ചറിയണം. ഓടി വന്നേ. ഗലാത്യലേഖനം 3:26-27 വേദവാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. 26 വേണ്ട, 27 മാത്രം മതി, സമയത്തിന്റെ കുറവ് കൊണ്ട്. ഗലാത്യലേഖനം 3:27. കമോൺ. ക്രിസ്തുവിനോട് ചേരുവാൻ മതി മതി മതി. ബാക്കി പിന്നാലെ വായിക്കണം പറയുമ്പോൾ ഓർമ്മയിലിരിക്കട്ടെ. ക്രിസ്തുവിനോട് ചേരുവാൻ. റോമർ 6:2. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുമോ? അല്ല. വായിച്ചോ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും മതി. എന്തിനാ സ്നാനപ്പെടുന്നേ? കേട്ടില്ല. യേശുവിനോട് ചേരാൻ. പള്ളിയോട് ചേരാനല്ല, സംഘടനയോട് ചേരാനല്ല, പാസ്റ്ററോട് ചേരാനല്ല, നേതൃത്വത്തോട് ചേരാനല്ല. സ്നാനമെന്ന കർമ്മം ഒരുവൻ അനുഷ്ഠിക്കുമ്പോൾ അവൻ ചേരുന്നത് ലോകരക്ഷകനായ, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനായ യേശുവിനോടാണ്. അതെത്ര സന്തോഷം! അതാണ് കടമ്പനിട്ട പാടിയത് ട്രെയിനിലിരുന്നുകൊണ്ട്. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. കണ്ടോ? ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനും കർത്തൃദാസും കൂടെ സംഭാഷിച്ചു. പല പാട്ടുകളും നമ്മൾ തെറ്റി വെച്ച് വളച്ച പാടുന്നത് അല്ലേ? കടമ്പനിട്ട, ബേബി കടമ്പനിട്ട എഴുതിയത് എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണില് എന്നല്ല. അദ്ദേഹം എഴുതിയത് അന്നു തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്ന് മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നിൽ. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എന്ന് തീരുമെന്നല്ല, അന്ന് തീരും. ഉറപ്പുണ്ടോ? ഈ കഷ്ടം എന്നേ തീരത്തുള്ളൂ, അന്നേ തീരത്തുള്ളൂ പൂർണ്ണമായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയിൽ കൂടെ, പ്രിയരെ കഴിഞ്ഞ ഒരാഴ്ച വട്ടം പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയണ്ട. ഈ കഷ്ടമെല്ലാം അന്നേ തീരത്തുള്ളൂ. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞെ, സ്നാനത്താൽ ആരോടാ ചേരുന്നേ? യേശുവിനോടുകൂടെ പറ്റിച്ചേരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്നാനത്താൽ എന്ത് സംഭവിക്കുന്നു? ഗലാത്യലേഖനം 3:27 2-ാം ഭാഗം വായിച്ചോ. കണ്ടോ? സ്നാനപ്പെട്ട വ്യക്തി ആരെയാ ധരിക്കുന്നേ? ക്രിസ്തുവിനെ. ലോകത്തിൽ വസ്ത്രം ധരിക്കാത്ത 2 കൂട്ടരുണ്ട്, അറിയാമോ? ശാസ്ത്രീയപരമായിട്ടും വേദപുസ്തകം കൊണ്ടും തെളിയിക്കാം. 2 കൂട്ടരുണ്ട്, വസ്ത്രം ധരിക്കാത്ത 2 കൂട്ടരുണ്ട്. നിങ്ങൾ പറയും ആദിവാസികളെന്ന്. അതല്ല, അതങ്ങ് പോട്ടെ. വസ്ത്രം ധരിക്കാത്ത 2 കൂട്ടരിൽ ഒന്ന് ശിശുക്കൾ. ശരിയാണോ? ആണ്. ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ കുടുംബത്തിൽ 10 മക്കളുണ്ടെന്ന്. 10-ാമൻ എൻ്റെ അനുജന്റെ മകൻ സാമ്പാസ മോന. അവൻ്റെ പേര് അസീർ എന്നാ. നസീർ അല്ല, അസീർ. അവനാള് വില്ലൻ, ഒരു ഗില്ലാടിയായിരുന്നു. ഇപ്പൊ വെറും പാവത്താന, സ്നാനപ്പെട്ടു. ഞങ്ങള് ഇപ്പൊ താമസിക്കുന്ന വീട് കർത്തൃദാസൻ പലവട്ടം അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിൽ കുടുംബ വീട്, അവിടെയാണ് അനുജൻ താമസിക്കുന്നത്. ഞങ്ങൾ ആ വീട് പണിത് താമസം വന്നപ്പോൾ ഇവന്
3 വയസ്സ് കഴിയുന്നു, 4-ാമത്തെ വയസ്സിലേക്ക് തുടക്കം. എൻ്റെ ദൈവമേ, അവൻ്റെ അമ്മ ഓരോ ദിവസവും അനുഭവിക്കുന്ന ദുരിതം, അങ്ങനെ വേണം പറയാൻ. ഇവനെ ഒന്ന് കുളിപ്പിക്കാനും ഉടുപ്പിക്കാനും ഒരുപാട് വിട്ട് കുളിപ്പിക്കും. വീട്ടിൽ കൊണ്ടൊന്ന് നിക്കറും ഉടുപ്പ് എടുക്കുമ്പോൾ ഇവൻ ഓടും. എൻ്റെ പുറകേന്ന് തുണി കൊണ്ടോടും അമ്മ. ഞാനും കൂടെ ഓട്ടിച്ചിട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നിക്കറിട്ട് അവനെ വീട്ടിനകത്താക്കിയിട്ട് തിരിച്ചു വന്നവൻ ഊരിക്കളഞ്ഞു. ഇപ്പം വയസ്സ് 13, ഷർട്ടിടാതെ പുറത്തിറങ്ങൂല. എന്താ കാര്യം? അന്ന് ശിശു, ഇന്നോ വളർച്ച പ്രാപിച്ചു. എന്താണ് ലജ്ജയെന്ന് അവന് തിരിച്ചറിയാം. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെയും സ്നാനം എന്ന യേശുവിൻ്റെ കൽപ്പന അനുഷ്ഠിക്കാത്ത ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്നും നീ ശിശുവ, വളർന്നിട്ടില്ല. സ്തോത്രം. 2, വസ്ത്രം ധരിക്കാത്ത 2-ാമത്തെ കൂട്ടരാരെന്നറിയണ്ടേ? തിരുവെഴുത്തിൽ തെളിയിക്കാം, വായിപ്പിക്കുന്നില്ല, പറഞ്ഞുവിടാ. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് 8-ാം അധ്യായത്തിൽ. സുബോധമില്ലാത്തവർ. ആരാ ഇത്? ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല, വിശുദ്ധ പ്രമാണം പഠിപ്പിക്കുന്നു. സുബോധമില്ലാത്തവർ. നോക്കൂ, ഗരസേന്യദേശത്ത് ഒരു മനുഷ്യൻ, ലഗ്യോൻ എന്നാണ് പേര്, 6000 ഭൂതം. എത്ര ഭൂതം? എൻ്റെ പൊന്നു ദൈവമേ, 6000 എണ്ണം കയറിയിട്ട് ചാകാതെ അവൻ ജീവനോടെ ഇരുന്നത് ഒരു അത്ഭുതമല്ലേ? ഇനി ഭൂതം കയറിയപ്പോൾ അവന് സുബോധം എല്ലാം പോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? 1, അവൻ വസ്ത്രം ധരിക്കൂല. 2, വീട്ടിൽ പാർക്കൂല. 3, ചങ്ങല കിട്ടൽ അതിനെ ഉരുമി പൊട്ടിക്കും. 4, കല്ലെടുത്ത് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കും. പിടി കിട്ടുന്നുണ്ടോ? പക്ഷേ അവൻ യേശുവിനെ കണ്ടുമുട്ടി. അവന്റെ 6000 ഭൂതം ഒറ്റ നിമിഷം കൊണ്ട് ഇറങ്ങിപ്പോയി. അവന് സുബോധം വന്നു. ഹലോ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഈ വചനം കേട്ട് വളർച്ച പ്രാപിക്കണം, സുബോധം വരണം. എന്തിനാ? യേശു എന്ന രക്ഷകന് ജീവിതത്തിൽ അംഗീകരിക്കുക മാത്രമല്ല, അവനെ ധരിക്കണം. സ്നാനത്താൽ നമ്മൾ യേശുവിനെ എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. എത്ര സന്തോഷം! ഹല്ലേലൂയ! ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് യേശുവിന്റെ കൽപ്പനയുടെ ഗാംഭീര്യം. അന്ത്യകൽപ്പന. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് അന്ത്യകൽപ്പന? ആമേൻ. വായിച്ച വചനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. മർക്കോസിന്റെ സുവിശേഷം 16:15 വായിച്ചു. ഇനി 16 വായിച്ച് 16:16. കമോൺ. വിശ്വസിക്ക് സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ഹലോ, വിശ്വസിക്ക് സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത വാക്ക്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ. സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ഇന്നും ചോദിക്കുന്ന മാന്യന്മാരുണ്ട്. ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ സംഭവിക്കുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞു, ശിക്ഷാവിധി. തമിഴ് പദം ആക്കിനിക്കുള്ളേ, ഇംഗ്ലീഷ് വേർഡ് നിത്യനരകം, ഹെൽ എന്നാണ്. നീ സ്നാനപ്പെട്ട് യേശുവിനോട് കൂടെ ചേർന്നില്ല എങ്കിൽ നരകമല്ലാതെ വേറൊരു സ്ഥലമില്ല. ഹല്ലേലൂയ! അല്ല, ഞങ്ങളുടെ കടമയല്ല, ഞങ്ങളുടെ കേവലം ഡ്യൂട്ടിയല്ല. ഇത് യേശു ക്രിസ്തുവിന്റെ കൽപ്പന. ഇത് വിശുദ്ധ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. സ്നാനമെന്ന യേശുവിന്റെ കൽപ്പന അനുസരിച്ച് നീ യേശുവിനോട് കൂടെ പറ്റിച്ചേർന്നാൽ, യേശുവിനോട് കൂടെ ചേരുക മാത്രമല്ല, യേശുവിനെ ധരിക്കുക മാത്രമല്ല, സ്വർഗീയ പറുദീസയുടെ അവകാശിയായിട്ട് മാറുകയാ. എന്താ തെളിവ്? യേശു സ്നാനമേറ്റു വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്വർഗം തുറന്നു. ഇവിടെ സ്നാനപ്പെടാൻ പോകുന്ന മക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് മുങ്ങി, കർത്തൃദാസന്റെ കരത്തിൽ മുങ്ങി പൊങ്ങുന്ന നിമിഷം നിങ്ങൾക്കറിയത്തില്ല ഒരു കാര്യം സംഭവിക്കും. എന്താ സംഭവം എന്നറിയാമോ? സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. എന്താ കാര്യം? ആമേൻ. പിതാവായ ദൈവം ഒരു പ്രൊക്ലമേഷൻ നടത്തും. എന്താ പ്രൊക്ലമേഷൻ? ഇവരെന്റെ പ്രിയ മക്കൾ. ഇതുവരെയും ദൈവത്തിന്റെ മക്കളായിരുന്നു, പക്ഷെ അടുത്ത പടിയിലോട്ട് കയറുന്നത് സ്നാനത്താലാ. യേശു ദൈവത്തിന്റെ പുത്രനാ, എന്നാൽ യേശു ദൈവത്തിന്റെ പ്രിയപുത്രൻ എന്ന് പരസ്യ പ്രഖ്യാപനം ചെയ്യപ്പെട്ടത് യേശു പിതാവായ ദൈവത്തിന്റെ നീതിയാകുന്ന സ്നാനം നടപ്പിലാക്കിയപ്പോൾ. ഹല്ലേലൂയ! സ്നാനപ്പെട്ടാൽ സ്വർഗീയ കോടതിയെ അനുസരിക്കുന്നു, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗീയ കോടതിയെ തിരസ്കരിക്കുന്നു. എന്താ കാര്യം? സ്നാനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ പര്യായ പദം നീതി എന്നാണ്. എന്താണ്? നമ്മളെപ്പോഴും പറയുന്നൊരു പദമുണ്ടല്ലോ, നീതി മെഡിക്കൽസ്. ശരിയല്ലേ? 10% വിലക്കിഴിവുണ്ട് അല്ലേ? പാരസെറ്റമോൾ മേടിച്ചാലും വില കുറവുണ്ട്. ഈ നീതി എന്ന പദം കോടതിയെ സംബന്ധിച്ച വാക്കാണ്. ആമേൻ.
സ്തോത്രം. റൈച്ചസ്നസ് അല്ലെങ്കിൽ ജസ്റ്റീസ് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ വേർഡാണ്, കോടതിയെ സംബന്ധിച്ച പദമാണ്. അങ്ങനെയെങ്കിൽ സ്നാനം ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്ന സംഭവമാണെങ്കിൽ എൻ്റെ പൊന്നു ദൈവമക്കൾ ശ്രദ്ധിക്കണം, സ്നാനപ്പെട്ടവരും അറിയണം കേട്ടോ, നമ്മൾ അനുസരിച്ചത് സ്വർഗീയ കോടതിയാണ്. ഇന്ന് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്ത് വേണ്ട 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 പിന്നെ ആകട്ടെ എന്ന് ചിന്തിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സ്വർഗീയ കോടതിയെ നമ്മൾ അലക്ഷ്യമാക്കുന്നു. സ്വർഗീയ കോടതിയെ അലക്ഷ്യമാക്കിയാൽ മരണാനന്തരം ചെന്നെത്തുന്നത് നിത്യ നരകത്തിൽ. സ്വർഗീയ കോടതി അലക്ഷ്യമാക്കിയാൽ ക്രിസ്തുവിന്റെ വരവിങ്കൽ ആന്റി ക്രൈസ്റ്റിന്റെ പിടിയിലാണ് പെട്ടുപോകുന്നത്. അത് വരാതിരിപ്പാൻ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ കിട്ടിയിരിക്കുന്ന അവസരത്തെ നഷ്ടപ്പെടുത്തിയാൽ നാളെ കരയേണ്ടി വരും. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ പറയാറുണ്ട്, ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട. ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥ വാസ്തവത്തിൽ എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. ഒരു സർദാർജി എന്ന് പറഞ്ഞ പിടി കിട്ടിയോ? സർദാർ വല്ലഭായ് പട്ടേൽ അല്ല, സർദാർജി, തലയെക്കെട്ടുകാരൻ, പഞ്ചാബി, സിഖ് മതത്തിൽപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ താൻ ഓമനിച്ച് വളർത്തിയ ഒരു പൂച്ച കുഞ്ഞിനെ കഴുകുകയാണ്. ഒന്നാന്തര സോപ്പൊക്കെ വാങ്ങി ആ പൂച്ച കുഞ്ഞിനെ കഴുകുകയാണ്. തൊട്ടപ്പുറത്തുള്ള ക്വാർട്ടേഴ്സിലുള്ള ചില സ്നേഹിതന്മാർ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇദ്ദേഹം കൂടെയുള്ള ഈ സ്റ്റാഫ് തൻ്റെ വീട്ടുമുറ്റത്ത് പൂച്ച കുഞ്ഞിനെ കഴുകിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു, സർദാർജി പൂച്ചക്കുഞ്ഞിനെ കഴുകരുത്, അത് ചത്തുപോകും. പുള്ളി കേട്ടില്ല. പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ ഓമനിച്ച് വളർത്തുന്ന 24 മണിക്കൂർ എൻ്റെ വീട്ടിൻ്റെ അകത്താ, എൻ്റെ ബെഡില. കാര്യം ശരി തന്നെ, പൂച്ചക്കുഞ്ഞിനെ കഴുകരുത്, കഴുകിയാൽ അത് ചത്തുപോകും. കേട്ടില്ല. സർദാർജി പിടിച്ചിട്ട് കഴുകുകയാണ്. ഒരു സോപ്പ് മൊത്തം തീർത്തു, തേച്ച് കഴുകി. ഇവർ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സർദാർജി അലമുറയിട്ട് കരയുന്നു. എന്താ ചോദിച്ചു? പൂച്ചക്കുഞ്ഞു ചത്തുപോയി. അപ്പോഴേ പറഞ്ഞില്ല കഴുകരുതെന്ന്. അപ്പോഴാണ് സർദാർജിയുടെ മറുപടി, കഴിയപ്പല്ല, പിന്നെ കഴിയതിന് ശേഷം ഞാനതിനെ പിഴിഞ്ഞു, അപ്പോഴാ ചത്തുപോയെന്ന്. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് സൂക്ഷിച്ചാൽ നാളെ എന്ത് ചെയ്യണ്ട? ദുഃഖിക്കേണ്ട. ഈ കേൾക്കുന്ന സത്യവചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഒരു തീരുമാനം ഇതുവരെയും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുവാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിൽ കഴിഞ്ഞാൽ നിങ്ങൾ യേശുവിന്റെ വരവിങ്കൽ ഇവിടെ നിന്ന് പറന്നുയരുന്ന ഗണത്തിൽ ഒരു വ്യക്തിയായി തീരും. ഹല്ലേലൂയ. മരണമാണോ യേശുവിന്റെ വരവാണോ ആദ്യം സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. ഇതിലേത് സംഭവിച്ചാലും ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം, എൻ്റെ യേശുവിന്റെ വരവിങ്കൽ അല്ല. ഇന്ന് ഞാൻ പിടഞ്ഞു വീണാൽ ഞാൻ ചെന്നെത്തുന്നത് എൻ്റെ അപ്പന്റെ മടിയിലാണ്. ഒരു ക്രിസ്തു ഭക്തൻ മരിക്കുമ്പോൾ അവനെ ചുമന്നുകൊണ്ട് പോകുന്നത് ചുമട്ടു തൊഴിലാളിയല്ല, സ്വർഗീയ ദൂതന്മാരുടെ അഹമ്പടിയോടുകൂടെ മരിച്ചവന്റെ ആത്മാവ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഗാനമുണ്ട്. ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഓ ശുഭ്രവസ്ത്രധാരിയാൽ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു പദം കേട്ടു, ഞാൻ അതിവേഗം നിർത്താം. കർത്തൃദാസനും വേഗത, എനിക്കും വേഗത. ഞാനൊരു പദം നേരത്തെ ഓർമ്മിപ്പിച്ചു. സ്നാനത്താൽ നമ്മൾ ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. പ്രിയ, ധരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ധരിക്കുന്നതിന് മുമ്പ് പഴയതിന് എന്ത് ചെയ്യണം? അവിടെയാണ് വിഷയം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ ധരിച്ചിരിക്കുന്ന പഴയത് മാറ്റിയിട്ടാണ് അടുത്ത് പുതിയത് എടുത്തിടുന്നത്. ശരിയാണോ? പഴയതിൻ്റെ പുറത്ത് ആരെങ്കിലും എടുത്ത് പുതിയതിടുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വളരെ കൃത്യമായി പൗലോസ് വ്യക്തമായി തെളിയിക്കുന്നു, പഴയതിനെ കളയണം. എങ്ങനെ കളയണം? എടുക്കൂ. ആമേൻ. കൊലോസ്യ ലേഖനം 3:8-9 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോ. വേണ്ട, സമയം കളയണ്ട. 9-10 വായിക്കുക. നിങ്ങൾ പഴയ മനുഷ്യനെ
അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പ്രതിമപ്രകാരം പുതിയ മനുഷ്യനെ ധരിക്കുന്നതിന് മുമ്പ് പഴയതിന് എന്ത് ചെയ്യണം? ആ വാക്യം എൻ്റെ പൊന്നു സൗകര്യം ഒന്ന് ഉറക്കെ വായിച്ച്. ഉരിഞ്ഞു കളയണം. ഈ ഉരിയുക എന്നുള്ള പദം നമ്മുടെ ഡിക്ഷണറിയിലില്ല. നമുക്ക് കിടക്കുന്നത് ഊരുക. ഉരിയുക രണ്ടും ഒന്നല്ല. തെളിയിക്കാം. സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും ഒന്നാമത് വെക്കപ്പെട്ടിരിക്കുന്ന സാധനം യാഗപീഠം, രണ്ടാമത് പിച്ചളത്തൊട്ടി, അടുത്ത് രണ്ടാമത്തെ ഭാഗം വിശുദ്ധ സ്ഥലം, വിളക്ക്, ധൂപപീഠം, മേശ, അടുത്ത് മൂന്നാമത്തെ ഭാഗം കൃപാസനവും സാക്ഷ്യപ്പെട്ടവും കൂടെ ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുക. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. സമാഗമന കൂടാരത്തിന്റെ ആദ്യ ഭാഗം പ്രാഹാരം. ആ പ്രാഹാരത്തിലേക്ക് ചെന്ന് കാലുകുത്തുമ്പോൾ ഇരിക്കുന്ന ഒരു പടുകൂറ്റൻ ഉപകരണം, അതിന്റെ പേര് താമ്രയാഗപീഠം. ഖദിര മരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാധനം. അവിടെയാണ് കാളക്കൂറ്റന്മാരെ, ആട്ടുകൊറ്റന്മാരെ, മൃഗങ്ങളെ, പറവകളെ, മറ്റും ഇതര ധാന്യങ്ങളെ പല വിധത്തിൽപ്പെട്ട യാഗാർപ്പണത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കണം, അവിടെ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്ന കാളക്കിടാക്കൾ, കാളക്കൂറ്റന്മാർ കൊണ്ടുവരുന്നത് ഒരാളല്ല, എണ്ണമറ്റ ആളുകളാണ് കൊണ്ടുവരുന്നത്. അവിടെ നിരന്തര യാഗം നടക്കുകയാണ് കേട്ടോ ദൈവമക്കളെ. അവിടെ കൊണ്ടുവരുന്ന കാളയെക്കുറിച്ച് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കണം. തോമാച്ചനും കൊണ്ടുവരുന്നു, ചാക്കോച്ചനും കൊണ്ടുവരുന്നു, ഒരുപാട് പേര് കൊണ്ടുവരുന്നു. രണ്ട് എക്സാമ്പിൾ, ചാക്കോച്ചനും തോമാച്ചനും കൊണ്ടുവന്നു. തോമാച്ചൻ കൊണ്ടുവന്ന കാള കറുപ്പ്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? എന്താണ് കറുപ്പ്? തോമാച്ചൻ കൊണ്ടുവന്ന കറുപ്പ്. ചാക്കോച്ചൻ കൊണ്ടുവന്നത് വെളുപ്പ്. കാളയെ തിരിച്ചറിയാം. കാള എന്ത് ചെയ്യാം? തിരിച്ചറിയാം. പക്ഷെങ്കിൽ പുരോഹിതൻ കാളയെ ഏറ്റുവാങ്ങി അതിൻ്റെ കൊമ്പുകളിൽ കെട്ടിയിട്ട് ആ കൃത്യസമയമായപ്പോൾ കാളയെ അറുത്തു. തോമാച്ചൻ കൊണ്ടുവന്ന കറുപ്പും ചാക്കോച്ചൻ കൊണ്ടുവന്ന വെളുപ്പും രണ്ടും അറുത്തു. അതിൻ്റെ തൊലി ഉരിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? തൊലി ഉരിഞ്ഞു. കംപ്ലീറ്റ് തൊലിയും ഉരിഞ്ഞു മാറ്റിയപ്പോൾ ഇതിലേതാണ് ചാക്കോച്ചൻ്റെ ഏതാണ് തോമാച്ചൻ്റെ അറിയാൻ പറ്റുന്നില്ല. രണ്ടും സെയിം കളറാ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ആ ഉരിഞ്ഞു മാറ്റിയ തൊലിയെ ആ പുരോഹിതൻ പിന്നെ ഒരിക്കലും ആ കാളയുടെ പുറത്തിട്ട് പൊതിയൂല. കാരണം പറ്റൂല. ഉരിഞ്ഞു മാറ്റിയതാണ്, ഊരി മാറ്റിയതല്ല. നമ്മുടെ ചില അമ്മമാരും സഹോദരിമാരും ഇടയ്ക്കിടെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങ് ഊരി മാറ്റും. പിന്നെ അവസരം കിട്ടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. എന്താ കുഴപ്പമെന്നറിയാമോ? അവരുടെ കുഴപ്പമല്ല, ചെയ്ത പ്രവൃത്തിയുടെ കുഴപ്പമാണ്. ഉരിഞ്ഞു മാറ്റേണ്ടതിന് പകരം എങ്ങനെയാ മാറ്റിയേ? ഊരി മാറ്റി. ആ ഊരി മാറ്റുന്ന ഇടപാട് ഇന്നത്തോടൊക്കെ നിർത്തണം. നിർത്തിയിട്ട് ഉരിഞ്ഞങ്ങ് മാറ്റണം. അങ്ങനെ പഴയ മനുഷ്യൻ അവന്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു മാറ്റിയാൽ നിനക്ക് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇൻ കേസിൽ തിരിച്ചെടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നിന്റെ പേരെന്താണെന്ന് പത്രോസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പേര്? സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന. അത്ര തന്നെ. ഉരിഞ്ഞു മാറ്റിയ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രം നിലനിൽക്കും. ലോകത്തിന്റെ ഇൻപങ്ങൾക്കും കൂത്തുകാഴ്ചകൾക്ക് അടിമപ്പെട്ട് ഇവിടുത്തെ ആമേൻ നാനാവിധ മോഹങ്ങൾക്ക് കീഴ്പ്പെട്ട് താൽക്കാലിക ജീവിതം ആമേൻ സുഖത്തിനും ആമേൻ സ്തോത്ര താൽക്കാലിക സന്തോഷത്തിനും വേണ്ടി നടത്തിപ്പോകേണ്ടവരല്ല നമ്മൾ. നമുക്കുള്ള നിത്യത ഏറ്റവും വലുതാ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മണവാട്ടി, ആന്റിക്രൈസ്റ്റിന്റെ മണവാട്ടി, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി, രണ്ട് ചങ്ങാതിമാരും അവർക്ക് രണ്ട് മണവാട്ടിമാരും. ക്രിസ്തുവിന്റെ മണവാട്ടി എത്ര അനുഗ്രഹിക്കപ്പെട്ടവളല്ലേ. വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അനന്തരം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. എന്താ കാര്യമെന്നറിയണ്ടേ? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ആമേൻ. അവക്ക് ശുദ്ധയും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ കിട്ടിയിരിക്കുക. പിടികിട്ടിയോ? മറുഭാഗത്ത് മറ്റൊരു മണവാളൻ, അവന്റെ പേര് ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അവന്റെ മണവാട്ടിയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു ലോകത്തിലുള്ള സകല ആഡംബരങ്ങളും. മനസ്സിലാകുന്നുണ്ടോ? ഈ ആഡംബരത്തിന്റെ അവസാനം എന്താണെന്ന് അറിയാമോ?
പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു, നിന്റെ ആഡംബരമെല്ലാം പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന. സ്തോത്രം. ആഡംബരങ്ങൾക്കും ലോകമോഹങ്ങൾക്കും കീഴ്പ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ നോക്കേണ്ടത് മറ്റ് ഇതര സഭകളെയല്ല, സംഘടനകളെയല്ല, കർത്തൃദാസന്മാരെയല്ല, അവിടുത്തെ സംവിധാനമല്ല. നമുക്ക് നോക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ. അതെവിടെയാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് യാത്ര തുടരുമെങ്കിൽ എത്തേണ്ട തുറമുഖത്ത്, എത്തേണ്ട സമയത്ത് നാം കൃത്യമായിട്ടും എത്തിയിരിക്കും. അതല്ലാത്ത പക്ഷം ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിക്കും, നാം അറിയാതെ നിത്യനാശത്തിൽ ചെന്നെത്തും. അത് വരാതിരിപ്പാൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും? സ്തോത്രം, സ്തോത്രം. ഇതിനകത്ത് ഇതുവരെ സ്നാനപ്പെടാത്ത പ്രായവ്യത്യാസം ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ പറയുന്നു, ഈ 21 ദിവസത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേവലം കുറച്ച് കയ്യടിയും പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല, അതിനപ്പുറം ചില വ്യക്തികളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക. ഇതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞ്, നമ്മുടെ പ്രാണപ്രിയനായിരിക്കട്ടെ നമ്മുടെ മാതൃകാപുരുഷൻ. എന്താ മാതൃകാപുരുഷന്റെ പ്രത്യേകത? മാതൃകാപുരുഷന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ഗലീലയിൽ നിന്ന് നീണ്ട 25 കിലോമീറ്റർ റോഡ് മാർഗേണ, 25 അല്ല 42 കിലോമീറ്റർ നടന്ന് ഗലീലയിൽ നിന്നും യോർദാനിൽ വന്നു. എന്തിനാ വന്നേ? സ്നാനപ്പെടാൻ. ആ സത്യം കൂടെ തിരിച്ചറിയണം, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. 25 കിലോമീറ്റർ നടന്നു വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഗലീലയിൽ വെള്ളമില്ലേ? ഇഷ്ടം പോലെ. പിടിച്ച് മുക്കുവന്മാരില്ലേ? ഇഷ്ടം പോലെ. മുങ്ങൽ വിദഗ്ധന്മാരും ഉണ്ട്, വെള്ളം ഇഷ്ടം പോലെ. പിന്നെ യേശു മുങ്ങാതെ അവിടെ നിന്ന് എന്താ 25 കിലോമീറ്റർ നടന്ന് യോർദാനിൽ വന്നത്? പറയാമോ? വെള്ളം മാത്രം ഉണ്ടായാൽ പോരാ, മുക്കാൻ സമർത്ഥരായ മുക്കുവന്മാരും മുങ്ങൽ വിദഗ്ധന്മാരും ഉണ്ടായാൽ മാത്രം പോരാ. പിന്നെയോ സ്നാനമെന്ന് പറയുന്ന മുങ്ങൽ പ്രക്രിയ കണ്ടവരും കേട്ടവരും പിടിച്ചു മുക്കേണ്ടതല്ല. സ്നാനപ്പെടുത്തുവാൻ ഒരേ ഒരൊറ്റ വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട് സ്നാപകന്മാർക്ക്. അവർ തീർത്തും അഭിഷിക്തന്മാരായിരിക്കണം. ഗലീലയിൽ വെള്ളമുണ്ട്, മുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്, അഭിഷിക്തനില്ല. അഭിഷിക്തൻ കിടക്കുന്ന യോർദാനില്ല. ആരാണ് അഭിഷിക്തൻ? അമ്മയുടെ ഉദരത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ യേശുവിന്റെ അമ്മ എന്നറിയപ്പെടുന്ന മറിയയുടെ വന്ദനസ്വരം കേട്ട മാത്രയിൽ പിള്ള തുള്ളിയെന്ന അകത്ത് കിടന്ന് അഭിഷേകം പ്രാപിച്ചവനാണ് സ്നാപക യോഹന്നാൻ. അവന്റെ കക്കീഴിലാണ് യേശു സ്നാനപ്പെട്ടതെങ്കിൽ ഒരു വാക്കൂടെ കയറ്റി പറയുന്നു, ഇതിനോടകം വ്യവസ്ഥയില്ലാതെ വല്ലയിടത്തും പോയി വല്ലവന്റെ കയ്യിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ പദം ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, വല്ലയിടത്തും പോയി വല്ല പുള്ളികളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അഭിഷിക്തന്മാരല്ലാത്ത കുറെ എണ്ണം ഉണ്ട് അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ ബാക്കി പറ. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അങ്ങനെ വല്ലവന്റെ കയ്യിൽ പോയി മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രമാണത്തെ മുറുകെ പിടിച്ചോട് ഞാൻ പറയുന്നു, തിരിച്ച് വീണ്ടും വന്ന് അഭിഷിക്തന്റെ കയ്യിൽ മുങ്ങണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ടെടുത്തും കേട്ടെടുത്തും പോയി മുങ്ങേണ്ടതല്ല സ്നാനം. തീർത്തും വചനം കേട്ട് വചനപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷിക്തന്റെ കൈക്കീഴിൽ മുങ്ങി പൊങ്ങുമ്പോൾ അവൻ അറിയാതെ യേശുവിനോടുകൂടെ ചേരുന്നു. ഇന്ന് രാത്രി അനുഗ്രഹീതമായ പദവിയിലെത്തുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങളുടെ എണ്ണമെടുക്കാൻ വന്നതല്ല, എങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ചോദിക്കുന്നു. ഇതുവരെയും യേശുവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിക്കാതെ ഇതിനൊക്കെ തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് ചോദിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എത്ര പേർക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയും? നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അതേ കർത്തൃദാസനെ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇനി ഒരു ദിവസം പോലും ഞാൻ ബാക്കി വയ്ക്കില്ല, ഒരു നിമിഷം പോലും ഞാൻ ബാക്കി വയ്ക്കില്ല. ഇന്ന് രാത്രി ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ ജീവിതത്തിലെ ശാശ്വതമായ തീരുമാനമാണ്. അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്നുകൊണ്ട് ഒന്ന് കരം ഉയർത്താമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം വ്യവസ്ഥാനുസരണം അഭിഷിക്തന്റെ കൈക്കീഴിൽ ഏറ്റ് ഞാൻ യേശുവിനോട് കൂടെ ചേരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം സ്തോത്രം. ഇനി കരങ്ങളെ താഴ്ത്തിയിട്ടെ എല്ലാ കണ്ണുകളും അടയിട്ട് ഒരു നിമിഷം നമ്മൾ എല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.